ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ ധർമ്മൻ ശരിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടന്മാർക്ക് രണ്ടുപേർക്കും. എന്നിട്ട് പറയാണ്, എന്നെ ഇങ്ങനെ ചതിക്കേണ്ടി ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ബാലേട്ടനെയും ഒക്കെ ചതിക്കാൻ വേണ്ടിയിട്ടും നാണം കെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ നിങ്ങളെയൊക്കെ എനിക്ക് കൊല്ലാനാണ് തോന്നുന്നത്. എന്നാലും ബന്ധങ്ങളുടെ വില അറിയുന്നത് കൊണ്ട് തന്നെ എനിക്കത് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളെപ്പോലൊരു മൃഗമല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് സുകന്യയെ വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അമ്മ പറയണം, മോനെ, ഞാൻ എങ്ങനെയാണ് നിന്നോട് ഇതിനൊക്കെ മാപ്പ് പറയാൻ എനിക്കറിയില്ല. ജീവിതത്തിൽ ഒരിക്കലും എനിക്കൊരു സന്തോഷം കിട്ടത്തില്ല, സമാധാനവും കിട്ടത്തില്ല. നിൻ്റെ വിവാഹം കഴിയുന്നതോടെ അതൊക്കെ എനിക്ക് കിട്ടുമെന്ന് കരുതി. പക്ഷേ ഇതിപ്പോൾ ഞാൻ മരണം വരെയും എനിക്ക് ഇത് മറക്കാനാവോ? നിനക്ക് വന്ന ഈ ഒരു അപമാനവും വേദനയും ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുമോ? ഒന്ന് ഓർത്തു നോക്ക്. എനിക്കൊരു സമാധാനം ഇല്ല മോനെ. എന്നാലും നീ ഇവിടുന്ന് പോകുമെന്ന് അറിയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ഇവരുടെ ഇടയിൽ നിന്നും നീ നല്ല മനുഷ്യരുടെ ഇടയിലേക്കാണല്ലോ ചെന്ന് കയറുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്നിട്ട് സുകന്യ അടുത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ട്, മോളെ, ഈ അമ്മയോട് ക്ഷമിക്കണം. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ അതൊരു വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്നാലും ബാലൻ്റെ അടുത്തേക്കാണ് പോകുമെങ്കിൽ ഉറപ്പായിട്ടും അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ചെല്ലേ എന്ന് പറയുമ്പോൾ ധർമ്മൻ സുകന്യയുടെയും കൈ പിടിച്ച് നേരെ ദേവമംഗലത്തേക്ക് വരുമ്പോൾ ഗോമതിക്കും ഭയങ്കര സന്തോഷമാവണം കേട്ടോ. ധർമ്മനെയും ഭാര്യയും കാണുമ്പോൾ ബാലനെ വിളിക്കുന്നുണ്ട്, മക്കളെയൊക്കെ വിളിക്കുന്നുണ്ട്, എല്ലാവരും ഇറങ്ങി വരുവാണ്. അങ്ങനെ ധർമ്മൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്ന് ഗോമതി പറയാണ്. അപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്, ചേച്ചിയും അളിയനും ഒക്കെ നേരത്തെ തന്നെ ഈ സത്യങ്ങൾ അറിഞ്ഞൂല്ലേ? പക്ഷേ എന്നിട്ടാണോ ഇതൊക്കെ മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ബാലൻ പറയുന്നുണ്ട്, എടാ, നിന്നെ ചതിക്കാൻ വേണ്ടി കൂട്ടുന്നതില്ലേ ആ സൗദാമിനി, അവൾ ആദ്യം ഇവിടെ തന്നെ വന്ന് മാപ്പ് പറഞ്ഞായിരുന്നു. എന്നിട്ട് അവളെന്തേ നിങ്ങൾ വെറുതെ വിട്ടോ? പിന്നല്ലാതെ ഇനിയിപ്പോൾ അവളെ ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്യാനാ? അവളെ പോലീസിൽ പിടിച്ച് കൊടുത്തിട്ടുണ്ടേ? അതൊന്നും വേണ്ട ധർമ്മ. അവൾ വന്ന് സത്യം പറഞ്ഞില്ലേ, ദൈവമായിട്ട് അവളെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. പക്ഷേ അളിയനൊരു കാര്യം ചെയ്യണമായിരുന്നു, അവരെയും കൂട്ടി അങ്ങോട്ട് വരണം. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ കള്ളത്തരം അങ്ങ് പൊളിക്കണമായിരുന്നു. അതായിരുന്നു വേണ്ടത്. അപമാനിച്ചവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമായിരുന്നു. വേണമെങ്കിലേ എൻ്റെ ഏട്ടന്മാർക്ക് രണ്ട് കൊടുത്താലും എനിക്ക് സങ്കടമൊന്നും ആവില്ലായിരുന്നു. എൻ്റെ അമ്മ പോലും തടസ്സപ്പെടുത്തില്ലായിരുന്നു. വേണ്ട ധർമ്മ, അവരെന്നെ ചതിക്കാൻ വേണ്ടിയിട്ട്, നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചതിയും കൊണ്ട് വന്നത്. അതെനിക്ക് അപ്പം തന്നെ മനസ്സിലായി. സാരമില്ല, പക്ഷേ അവർ നല്ലൊരു കാര്യം ചെയ്തു, നിൻ്റെ വിവാഹം നടത്തി തന്നില്ലേ, അത് വലിയൊരു കാര്യമല്ലേ. ഇനിയിപ്പോൾ പ്രശ്നത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, ഗോമതി നിലവിളക്ക് എടുത്തിട്ട് വാ, രണ്ടുപേരും അകത്തേക്ക് കയറ്റ്. ശരി, അപ്പോൾ നമ്മുടെ ആര്യൻ അങ്ങോട്ട് ഇറങ്ങി വരണുണ്ട്. എന്നിട്ട് എന്നാലും അവർക്കൊരു പാഠം പഠിക്കാൻ പറ്റിയല്ലോ, സത്യം തെളിഞ്ഞല്ലോ. അതിൻ്റെ സന്തോഷത്തിൽ നമുക്ക് വലിയൊരു വെടിപ്പടക്കം വെക്കണം, വെടിയൊക്കെ പൊട്ടിക്കണമെന്ന് ബാലൻ പറയാട്ടോ. കാരണം നമ്മുടെ ധർമ്മൻ്റെ വിവാഹം ഉത്സവം പോലെ നടത്തണമെന്നല്ലേ വിചാരിച്ചിരുന്നത്. സാധാരണ ഉത്സവമൊക്കെ അവസാനിക്കുമ്പോൾ എന്തായാലും ഒരു കമ്പക്കെട്ടുണ്ടാവും. എന്നാൽ പിന്നെ അതിവിടെ നടന്നോട്ടെ എന്നും പറഞ്ഞ് അവിടെ ഒരു വെടിപ്പൂരം തന്നെ വെക്കുക കേട്ടോ. അവിടുത്തെ ഈ സൗണ്ടും അതും ഇതും കേട്ട് അപ്പുറത്ത് തല ഉയർത്തി നിൽക്കാനോ പുറത്തിറങ്ങാനോ വയ്യാതെ നാണം കെട്ട് തലയും മുണ്ടിട്ടിരിക്കും പോലെ ആയിപ്പോയിട്ടോ അച്യുതനും അനന്തനും ഒക്കെ അപ്പുറത്തെ വീട്ടിലും. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുതിയൊരു ജീവിതം ധർമ്മൻ തുടങ്ങാണ് കേട്ടോ. പക്ഷേ ധർമ്മൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ഈ വിവാഹം. അങ്ങനെ വന്ന പാടെ തന്നെ സുകന്യയുടെ ഭരണമൊക്കെ തുടങ്ങി. വലിയ ഗമയിൽ എനിക്ക് അത് വേണം ഇത് വേണം. അപ്പോൾ നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, ചായ എടുക്കട്ടെ എന്നൊക്കെ. അയ്യോ, ഞാൻ ചായ കോഫി ഒന്നും കുടിക്കത്തില്ല, എനിക്ക് തൽക്കാലം ഒരു അവക്കാഡോ ജ്യൂസ് വേണം എന്ന് പറയാം കേട്ടോ. അവക്കാഡോ ജ്യൂസോ? അതെന്ത് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി. അപ്പം തന്നെ നമ്മൾ മിത്രയ്ക്ക് മീനാക്ഷിക്ക് കാര്യം പിടിയിട്ടുണ്ട്. ആൾ വിചാരിച്ച പോലെയൊന്നും അല്ല, വേറൊരു സാധനമാണെന്ന് മനസ്സിലാവുക കേട്ടോ. എന്നിട്ട് ധർമ്മന് ബാലൻ്റെ മുറിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. പുതിയ മെത്തയും കട്ടിലോ എല്ലാം വാങ്ങിച്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ മുറി തന്നെയാണ് ധർമ്മന് കൊടുക്കുന്നത്. അപ്പോൾ കയറി വന്നോണ്ടേ സുകന്യ പറയുന്നുണ്ട്, ഓ, ഇത് അത്ര വലിപ്പമുള്ള മുറിയൊന്നും അല്ലല്ലോ, വളരെ ചെറിയ മുറിയല്ലേ. ഉടനെ മുറിയുടെ കണക്ക് വരെ ചോദിക്കട്ടെ, എത്ര സ്ക്വയർ ഫീറ്റിലായി ഈ മുറി ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ധർമ്മൻ പറയണേ, ഇത് 10ക്ക് 10 ചെയ്തിരിക്കുന്ന ഒരു മുറിയാന്ന് പറയാം. ഉടനെ സുകന്യ എന്താ ചെയ്യുക, കാല് വെച്ച് മൊത്തം അളന്ന് നോക്കുക കേട്ടോ. അപ്പോൾ പറയണേ, ഇത് അത്രയൊന്നുമില്ല, അതിനേക്കാളും ചെറുതാണ്, ഞാൻ നോക്കുമ്പോൾ 8 കിട്ടുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഒരു ബോധവും ഇല്ലാത്തയും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സുകന്യ പറയണത്. അതുപോലെ നമ്മുടെ ധർമ്മന് സുകന്യ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. ധർമ്മൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു പെണ്ണേ അല്ല വന്ന് കയറിയിട്ടുള്ളത്. ധർമ്മനാകെ സങ്കടത്തിലായിരിക്കണം കേട്ടോ. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇത് പ്രൊമോ മാത്രമാണ് കേട്ടോ. താങ്ക്